إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألم تر إلى الذين بدلوا نعمة الله كفرا وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണമെന്നും ഏത് പ്രതിസന്ധികളിലും ഈമാനും തഖ്വയും നിലനിർത്തി മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ആവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൃഷ്ടാവായ റബ്ബിന് വഴിപ്പെട്ട് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ശുക്ർ ചെയ്ത് ജീവിക്കണം എന്നത്. സൂറത്തുൽ ഇൻസാനിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നന്ദി കാണിച്ചോ നന്ദികേട് കാണിച്ചോ അവന് ജീവിക്കാനുള്ള പ്രകൃതിയും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, കുത്തിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. കുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ നാശമടയട്ടെ. മാ അക്ഫറ, അവൻ ഇത്ര വലിയ നന്ദി കെട്ടവനാക്കി തീർത്ത കാര്യം എന്താണ്? എന്നിട്ട് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ ലലൂമാണ്, കഫാറാണ് എന്ന് അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു. അക്രമിയാണ്, അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനാണ്. അള്ളാഹു തആല മനുഷ്യന് നൽകുന്ന വലിയ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് അവൻ ഷാക്കിറാണോ കഫൂറാണോ എന്നത്. നമ്മളൊക്കെയും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇതിൽ ഏതിലാ പെടുക എന്നത്. ഷാക്കിറാണോ അതല്ല ഗഫൂറാണോ?
എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ഷൈത്താൻ കമസലി ഷൈത്താൻ ഇത് കാലലിൽ ഇൻസാനി കുഫർ. അല്ലാഹ് ഷൈത്താനിന്റെ ഒരു ഉദാഹരണം പറയുകയാണ്. അവൻ മനുഷ്യനോട് പറയും, നീ നന്ദികേട് കാണിക്കുകയെന്ന്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലഖദ് സറഫ്നാ ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ഫഅബാ അക്സറുന്നാസ് ഇല്ലാ കുഫറ. ജനങ്ങളിൽ ഭൂരിപക്ഷവും നന്ദികേട് കാണിച്ചുകൊണ്ട് അള്ളാഹിനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹിന്റെ കൽപ്പനകളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 28, 29 ആയത്തുകളാണ്. അള്ളാഹ് ചോദിക്കുന്നു, അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിക്കുകയും വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ, അവരുടെ ജനതയെ നാശത്തിന്റെ ഭവനത്തിൽ അഥവാ നരകത്തിൽ ഇറക്കിക്കളയുകയും ചെയ്ത ഒരു വിഭാഗത്തെ നീ കണ്ടില്ലേ? ജഹന്നമ യസ്ലൗനഹ വബിഇസൽ ഖറാർ. ഏതാണ് നാശത്തിന്റെ ഭവനം? അത് ജഹന്നമാണ്. അവർ അതിൽ കടന്ന് എരിയുന്നതാണ്. എത്ര മോശമായ താമസ സ്ഥലമാണിത്. ഷൈത്താൻ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഷൈത്താൻ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ടുള്ള കാര്യം. ഷൈത്താൻ പറയും നന്ദികേട് കാണിക്കണമെന്ന്. ആ ഷൈത്താനിന്റെ വലയിൽ വീഴുന്നവരൊക്കെ നന്ദികേട് കാണിച്ച് ജീവിക്കും. ഖാദിസിയ യുദ്ധത്തിന് ശേഷം ഒരു വലിയ വിപ്ലവം ആ നാട്ടിൽ ഉണ്ടാവുകയും ഒരു വലിയ നാഗരികത രൂപം കൊള്ളുകയും ചെയ്തു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഖാദിസിയ പിടിച്ചടക്കിയത്. ആ ഖാദിസിയ യുദ്ധത്തിന് ശേഷം ഒരു വലിയ നാഗരികത വളരുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ ആ നാട്ടിലൂടെ സ്വസ്ഥമായി നടക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവർ കണ്ട ഒരു കാഴ്ചയെപ്പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതെന്താന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്കൊക്കെ തന്ന നിഅമത്ത് എന്താന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരുപാട് മറുപടികളുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മളെ സമ്പത്ത്, നമ്മളെ മക്കൾ, നമ്മളെ ജോലി, ഇതൊക്കെ നിഅമത്താണ്. എങ്കിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അള്ളാഹു പൂർത്തിയാക്കിയ ഒരേ ഒരു നിഅമത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയും നമ്മൾ ആരോഗ്യ നിഅമത്താണ്, മക്കൾ നിഅമത്താണ്, സമ്പത്ത് നിഅമത്താണ്. ശരിയെങ്കിൽ അതൊക്കെ പൂർണ്ണമായി കിട്ടി എന്ന അഭിപ്രായമുള്ള ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ആരോഗ്യ നിഅമത്താണ് എങ്കിൽ നമ്മൾ ആരോഗ്യത്തെപ്പറ്റി പൂർണ്ണമായി എനിക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ളവനാണ് ഞാൻ എന്ന് ആർക്കാ പറയാൻ പറ്റുക? മക്കൾ നിഅമത്താണ്, പൂർണ്ണമായും എൻ്റെ മക്കൾ ഒരു നിഅമത്ത് തന്നെ എന്ന് ആർക്ക് പറയാൻ പറ്റും? അത് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെയുള്ളത് കണ്ടിട്ട് പറയാൻ പറ്റൂല. നമ്മളെ സമ്പത്തും ബാക്കിയുള്ള എല്ലാ നിഅമത്തും നിങ്ങൾ നോക്കി, ഇതൊക്കെയും നിഅമത്താണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് അപൂർണമാണ് എന്ന് നമ്മൾ പറയും. എങ്കിൽ ഒരേ ഒരു അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പൂർത്തിയാക്കി തന്നത്. അതായത് ആ അനുഗ്രഹം ഏതാ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞ ഒരേ ഒരു നിഅമത്ത് ഏതാ? അത് പരിശുദ്ധ ഖുർആനാണ്, ഈ ദീനാണ്, ഈ മതമാണ്. ആ നിഅമത്തിനാണ് നമ്മൾ ഒന്നാമതായി നന്ദി കാണിക്കേണ്ടത്. നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ആ നിഅമത്തിനാണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവരാണോ നമ്മൾ എന്ന് എല്ലാ സമയത്തും നമ്മൾ പരിശോധിക്കണം. അള്ളാഹു നിഅമത്ത് നൽകിയ കുറെ വിഭാഗങ്ങളുണ്ട് ഇവിടെ. ആ നിഅമത്ത് നൽകിയ വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തണം പടച്ചോനെ എന്ന് ഒരു ദിവസം 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാ നമ്മൾ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ ഒരു വിഭാഗത്തിന് നിഅമത്ത് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത വിഭാഗത്തിന്റെ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ്. ആരാണ് ആ നിഅമത്ത് കൊടുത്ത വിഭാഗം? അല്ലാഹു തആല സൂറത്ത് നിസായിൽ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമായി നമുക്കെല്ലാവർക്കും അറിയാം. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക الذين مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
ഇത് നിരവധി തവണ കേട്ടവരും അറിയുന്നവരുമാണ് നമ്മൾ. അള്ളാഹ് അനുഗ്രഹിച്ചവരാരാണ്? നിഅമത്ത് കൊടുത്തവരാരാണ്? അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീകൾ. എന്നിട്ട് നമ്മൾ പറയും വഹസന ഉലൈക റഫീഖാന്ന്, എത്ര നല്ല കൂട്ടുകാരാണെന്ന്. ആ കൂട്ടുകെട്ടാണോ നമ്മളെ കൂട്ടുകെട്ട്? ആ റഫീഖാണോ, നന്മയിലെ കൂട്ടുകാരാണോ നമുക്കുള്ളത്? ഈ ആയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖാദിസിയ നാഗരികതയിൽ ഖാദിസിയ വിജയത്തിന് ശേഷം മുസ്ലിമീങ്ങളെ നാട്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ചരിത്രഗ്രന്ഥത്തിൽ കാണാം, അവര് ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ കൈകാലുകളൊക്കെ ഛേദിക്കപ്പെട്ട ഒരു മനുഷ്യരൂപമാണ്. കൈയില്ല, കാലുമില്ല, അതൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യരൂപം മാത്രം. അപ്പൊ അവര് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹം എന്തോ ഒന്ന് മന്ത്രിക്കുന്നുണ്ട്. അവര് ചെവി കൊടുത്ത് ശ്രദ്ധിച്ച് കേട്ടപ്പോ അവര് കേട്ടത് ഈ ആയത്ത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടോ എന്ന് സഹോദരങ്ങൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ സമൂഹത്തിന്റെ ചരിത്രം എന്തിനാ പറഞ്ഞത്? നമ്മൾ പറയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതോ കാലത്ത് ജീവിച്ച മനുഷ്യന്മാരെ പറ്റി നമ്മളോട് എന്തിനു പറയണമെന്നാ. എങ്കിൽ അല്ലാഹു തആല ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിൽ വലിയ പാഠമുണ്ട്. ബനൂ ഇസ്രായേല്യർ, അവര് ഇസ്രായേൽ ജനത അള്ളാഹുവിന് എത്രയും വലിയ നന്ദികേട് കാണിച്ചവരാണ്. അവരെപ്പോലെ ഭൂമിയിൽ നന്ദികേട് കാണിച്ചൊരു വിഭാഗം വേറില്ല. അല്ലാഹു തആല അവർക്ക് കൊടുത്തതുപോലെ നിഅമത്ത് കൊടുത്തൊരു വിഭാഗവും വേറല്ല. സൂറത്ത് അൽ-ബഖറ മുതൽ ഇങ്ങനെ മറിച്ചു നോക്കൂ നിങ്ങൾ. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹ് ആവർത്തിച്ച് പറയാണ്, യാ ബനി ഇസ്രായീൽ, ഇസ്രായേലിനെ വിളിക്കണത് യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത് നിങ്ങൾ ഓർക്കണം, മറക്കരുത്. വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, നിങ്ങളെ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കുകയും ചെയ്തിട്ടുണ്ട്, അത് മറന്നു പോകരുതെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മറന്നവരാണ് അവർ, മറന്ന ചരിത്രമാണ് അവരുടേത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്രായേൽ. ആ നബിന്റെ പേരാണ് ഇസ്രായേൽ എന്ന പേര്. നബി യാക്കൂബ് നബിയാ. യാക്കൂബ് നബി മരണസമയത്ത് മക്കളെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താ? ഒരു വസിയത്തുണ്ട്. എന്താണ് വസിയത്ത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, ഈ ദീന് അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് നിങ്ങളെ ഏൽപ്പിച്ച മതമാണ്. ഈ മതം നിങ്ങൾ കൈവിട്ട് ജീവിക്കരുത്. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. മുസ്ലിമായിട്ട് മരണപ്പെടണമെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കണം. ഈ വസിയത്താ കൊടുത്തത്. സഹോദരങ്ങളെ, ഇതൊരാഗ്രഹം മാത്രമായാൽ പോരാ, ഇതൊരു ചരിത്രം മാത്രമായി കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ ജീവിതവുമായി ഇതിനെ നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കണം. ബനി ഇസ്രായേലിന്റെ ചരിത്രം, അവരാ പ്രവാചകനെ ഒറ്റപ്പെടുത്തി. എന്തായിരുന്നു അവർക്കുള്ള ബാധ്യത? മൂസാ നബിന്റെ കൂടെ ഇസ്ലാമിക ദഅവത്ത് എന്നൊരു വലിയ ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടായിരുന്നു, മൂസാ നബിന്റെ കൂടെ. പക്ഷെ ആ ദഅവത്ത് അവർ മറക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒറ്റപ്പെടുത്തിയവര് പല ഘട്ടത്തിലും മൂസാ നബിക്ക് വലിയ വെല്ലുവിളിയായിട്ട് അവർ മാറി. എന്നിട്ടും അള്ളാഹു അവർക്ക് നിയമത്ത് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ശിക്ഷയുടെ സന്ദർഭത്തിലടക്കം അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് ഈജിപ്തിൽ ഫിറഔനിന്റെ കീഴിൽ ഫിറഔനും കിബിത്തികളും അടക്കി ഭരിച്ച് അടിമകളായി ജീവിക്കുമ്പോൾ അവരെ ഇസ്രായേൽ ജനതയെ മൂസാ നബി മോചിപ്പിച്ച് കൊണ്ടുവന്ന് അവർക്ക് വാഗ്ദത്ത ഭൂമി, ഇന്നത്തെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ഒരു വലിയ ഭാഗം, അതാണ് വാഗ്ദത്ത ഭൂമി. ആ ഭൂമി അവർക്കുണ്ട്. അവിടെ ഫലഭൂയിഷ്ടമാണ്. നിങ്ങൾ ഒന്നും കൃഷി ചെയ്യണ്ട. ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ഈ 12 ഗോത്രത്തിന്, ഇസ്രായേൽ വിഭാഗത്തിലെ 12 ഗോത്രങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കടക്കാം. ഫദ്ഖുലുൽ ബാബ സുജ്ജദൻ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, കടക്കുമ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്യണം. ഹിത്തത്തുൻ എന്ന് പറയണം, പാപമോചനം എന്ന് പറയണം. നിങ്ങളത് മാത്രം ചെയ്താൽ മതി. അവർ പറഞ്ഞു ഞങ്ങൾ കടക്കൂല. കാരണം എന്താ? അവിടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്, അവരും കൂടി പോകണം. മൂസാ പറഞ്ഞു നിങ്ങളവിടെ കടന്ന് അവർ പൊയ്ക്കൊള്ളും. പറ്റില്ല എന്നവർ പറഞ്ഞു. അവർ പറഞ്ഞു, മൂസ ഇന്നാലൻ നദ്ഖുലഹ അബദമാദാമു, അവരുള്ളിടത്തോളം ഞങ്ങളുടെ കടക്കൂല. അതുകൊണ്ട് ഫദ്ഹബ അൻത വറബ്ബുക ഖാതില, ഈ നിന്റെ റബ്ബും കൂടി പോയിട്ട് അവരെ യുദ്ധം ചെയ്ത് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇന്നാ ഹഹുനക, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? അവരോട് സുജൂദ് ചെയ്ത് കടക്കാൻ പറഞ്ഞു. അവർ സുജൂദ് ചെയ്തില്ല. അവർ ഇരുന്നിട്ട് നിരങ്ങിയിട്ട് കടന്നു. കടക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഹിന്തത്തുൻ എന്ന് പറഞ്ഞു.
ഹിത്തത്ത് എന്ന് പറഞ്ഞ പാപമോചനം എന്നാ ഒരു നൂന് കൂട്ടിക്കൊടുത്തു. കേൾക്കുന്നവർക്ക് ഹിന്തത്തുൻ ഹിന്തത്തുൻ ഹിത്ത എന്നാ പറയണത്, പക്ഷെ അവർ പറഞ്ഞത് ഹിന്തത്തു എന്നാ പറയണത്. പറയപ്പെട്ട വാക്കിന് പകരം അവർ മറ്റൊരു വാക്ക് പറഞ്ഞു. ഹിന്ത എന്ന് പറഞ്ഞ പയറുമണി എന്നാ. മൂസാ നബിനെ കളിയാക്കി പയറുമണി പയറുമണി എന്ന് പറഞ്ഞിട്ടാ അവർ കടക്കാൻ ശ്രമിച്ചത്. അള്ളാഹു പറഞ്ഞു, ഫഇന്നമാ മുഹറമത്തുൻ അലൈഹിം 40 സന യതീഹുന ഫിൽ അർദി. 40 കൊല്ലം നിങ്ങൾക്ക് ഞാൻ ഭൂമി ഹറാമാ. 40 കൊല്ലം ഞാൻ ഭൂമി ഇല്ല, നിങ്ങൾ മരുഭൂമിയിലൂടെ നിങ്ങൾ ചുറ്റിക്കറങ്ങണമെന്ന് പറഞ്ഞു. അത് ശിക്ഷയായിരുന്നു. ആ ശിക്ഷയുടെ സമയത്താണ് വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ. നോക്കൂ, നിങ്ങൾ ശിക്ഷയിൽ പോലും അത് അനുഗ്രഹം കൊടുക്കുക. ആ മരുഭൂമിയിൽ തണുത്ത മേഘം അവർക്ക് തണൽ വിരിച്ചു. നല്ല AC-യിൽ ഇരിക്കുന്ന പോലെ ഉണ്ടായി അവർക്ക്. അവർക്ക് യാതൊരു ജോലിയുമില്ലാതെ ഭക്ഷിക്കാൻ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. മന്നും സൽവ ഇറക്കി കൊടുത്തു. മന്നെന്ന് പറഞ്ഞാൽ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ തരം പൊടിയാണ്. സൽവ എന്ന് പറഞ്ഞാൽ പൊരിച്ച, അത് പിന്നെ പൊരിച്ച മാംസവുമാണ്. അതിങ്ങനെ ഇറക്കി കൊടുത്തു. അള്ളാഹ് പറഞ്ഞു, അന്നേക്ക് എടുത്താൽ മതി, നാളേക്ക് എടുത്തു വെക്കരുത് പറഞ്ഞു. പക്ഷെ ബനി ഇസ്രായേലരാണ്, അവർക്ക് അവരെപ്പറ്റി അറിയാം. അതുകൊണ്ട് അവരെന്താക്കി, അവര് കുറെ ദിവസത്തേക്ക് എടുത്തു വെച്ചു. അത് തിന്നാൻ പറ്റാത്ത വിധം ആകെ ചീഞ്ഞ് നാറി. അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞോ, മൂസാ നബി എന്തു പറഞ്ഞു, അതിന് നേരെ അപ്പുറമാണ് അവർ ചെയ്തത്. ശിക്ഷയിൽ പോലും അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങളാണ് കൊടുത്ത സഹോദരങ്ങളെ. ഈ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വീണ്ടും അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹ് പറഞ്ഞു, ദുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. യഥാർത്ഥമായ മൂസാ നബി പറഞ്ഞ തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരാത്ത കാലത്തോളം, യഥാർത്ഥ മുസ്ലിം ആകാത്ത കാലത്തോളം നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമായി മാറി അങ്ങനെ ജീവിച്ചത് കൊണ്ടിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, എവിടെയാണെങ്കിലും ദുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന, നിങ്ങളുടെ മേൽ അപമാനവും നിന്നതിയും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇന്നും അപമാനിതരായിട്ടാണ് ഇന്നും ലോകത്താരാശം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൊടുത്ത എമ്പാടും നിഅമത്ത്, ഇത്രയും നിഅമത്ത് കൊടുത്ത ഒരു വിഭാഗം വേറില്ല എങ്കിൽ ആ നിഅമത്തിന് നന്ദികേട് കാണിച്ചൊരു വിഭാഗം വേറില്ല. അവിടുന്നാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടൊരു വാർത്ത. ശരിയാണോ അല്ലേ നമുക്കറിയില്ല. അവിടെയുള്ള ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ, വേദനയുടെ, ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അതിന്റെ നേർചിത്രങ്ങൾ പലതും നമ്മൾ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുതുബ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുതുബ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട മെസ്സേജ് ശരിയാണോ തെറ്റാണെന്നറിയില്ല. ശരിയാണെങ്കിൽ സഹോദരങ്ങളെ, എന്താണ് ആ നാടിന്റെ അവസ്ഥ എന്ന് നമ്മൾ അറിയണം. ലാ അഖ്ദിറു അലൽ കലാമി ബിസബബിൽ ജൂ വലാ തഖ്ദിറൂന അൻതും അലസ് സമാ ബിസബബിൽ ജൂ അഖിമിസ് സ്വലാ. ഖുതുബ കഴിഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്, ഖത്തീബ് പറയും, എനിക്ക് വിശക്കുന്നുണ്ട്, വിശന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്റെ വാക്കുകൾ കേൾക്കാനും എന്റെ ഖുതുബ കേൾക്കാനും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അഖിമിസ് സ്വലാ, നമുക്ക് നിസ്കരിക്കാം. ഖുതുബ കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇത് ശരിയാണെങ്കിൽ എത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം, നാം ധരിക്കുന്ന വസ്ത്രം, നാം താമസിക്കുന്ന വീട്, നാം സഞ്ചരിക്കുന്ന വാഹനം, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്, നമ്മുടെ മക്കൾ, കുടുംബം, നമ്മൾ അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് ചെയ്യാനുള്ളത് ബനി ഇസ്രായേലിൽ ചെയ്യാത്ത ഒന്നാ. അതെന്താ? ആ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ, ആ പ്രവാചകന് താങ്ങും തണലുമായി നിൽക്കാൻ. അതെന്താ താങ്ങും തണലുമാകാന്ന് പറഞ്ഞാൽ, ആ പ്രവാചകൻ ഏതൊരു സന്ദേശത്തിനാണോ നിയോഗിക്കപ്പെട്ടത് ആ റിസാലത്തിന്റെ സഹായികളാവുക. ഈസാ നബി ചോദിച്ചില്ലേ, ആരാണ് മൻ അൻസ്വാരി ഇലല്ലാഹ്? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്. അത് പറയാൻ കഴിയണം നമുക്ക്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീനിനെ സഹായിക്കല, ദീനി ദഅവത്ത. ആ റിസാലത്തിന്റെ കൂടെ നിൽക്കാൻ, അതിന്റെ ഭാഗവാക്കാൻ സഹോദരങ്ങൾ നമുക്ക് സാധിക്കണം. അതിൽ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ഉൾക്കൊണ്ടതിൽ നമുക്ക് വല്ലാത്ത അഭിമാനവും സന്തോഷവും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, ദുആ ചെയ്യാവൂ. അള്ളാഹുവല്ലാത്ത ഒന്നിനോടും ദുആ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് ശക്തിയും ഏത് വ്യക്തിയുമാകട്ടെ, അള്ളാഹുവല്ലാത്ത ഒരു വസ്തുവിനോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന ഈമാൻ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഇത്
നമുക്ക് വെറുതെ കിട്ടിയതാണെന്ന് നമ്മൾ ആരും കരുതരുത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ത്യാഗമുണ്ട്. ഒരുപാട് ആളുകൾ കൈമാറ്റം ചെയ്തു വന്നതാണിതെന്ന് മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? തലമുറകൾക്ക് പ്രവാചകന്റെ ജീവിതം പകർന്നു തന്ന സ്വഹാബിയാണ്. എന്താ അദ്ദേഹത്തിന്റെ ജീവിതം? അദ്ദേഹം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിനും പ്രവാചകന്റെ മിമ്പറക്കും ഇടയിൽ പല സമയത്തും ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു എന്ന, ഭക്ഷണം കഴിക്കാതെ ശരീരം തളർന്ന് ബോധം കെട്ടി വീഴാറുണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ബോധം നമുക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് ധരിച്ച വസ്ത്രത്തെക്കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് അവരുടെ കൈകളിൽ രണ്ട് വസ്ത്രങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് മുലബ്ബദൻ ഖസഅൻ മുലബ്ബദ വ ഇസാറൻ ഖലീള, ഒരു ചെറിയ വസ്ത്രം, ഒരു അരയുടുപ്പ്, ഒരു പരുക്കൻ അരയുടുപ്പും കഷ്ണം വെച്ച് അടിച്ചിട്ടുള്ള ഒരു വസ്ത്രവും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ ഖുബില റൂഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദൈൻ, റസൂലുള്ളാഹിന്റെ റൂഹ് പിടിച്ചത് ഈ രണ്ട് വസ്ത്രം ധരിച്ച സമയത്താണ്. ഈ രണ്ട് വസ്ത്രത്തിലാണ് അള്ളാഹിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചതെന്ന. കഷ്ണം വെച്ച് ഒട്ടിച്ചിട്ടുള്ള തുന്നിപ്പിടിപ്പിച്ച ഒരു വസ്ത്രവും ഒരു അരയുടുപ്പുമാണ് റസൂൽ ധരിച്ചിരുന്നതെന്ന. അങ്ങനെ റസൂൽ വഫാത്തായിരുന്ന. സഹോദരങ്ങളെ, ഒരുപാട് നിഅമത്തുകൾ അനുഭവിച്ച് നമ്മൾ ജീവിക്കുക. അള്ളാഹിന്റെ റസൂല് നമ്മളെ ഏൽപ്പിച്ചു പോയത്, അള്ളാഹിന്റെ റസൂൽ ഹബീബായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചു പോയത്, റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, മഹബത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മളെ ഏൽപ്പിച്ചു പോയത്, നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചു പോയത് ഈ ദീനാണ്. ഈ ദീനിന്റെ പ്രബോധനമാണ്. ആ പ്രബോധനത്തിന്റെ മാർഗത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിക്കാൻ വേണ്ടിയാണ്. അതില്ല എങ്കിൽ നമ്മൾ എന്ത് റിഫാഖാണ്. നമ്മൾ നാളെ വഹസ്നത്തു ഉലൈക റഫീഖ എന്ന് പറയുന്ന ഏത് പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളുടെയും അവരുടെ കൂട്ടുകെട്ടാണ് നമ്മൾ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. ഒരു ഉമ്മത്തുണ്ടാകണം, ഒരു സമുദായം ഉണ്ടാകണം, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ തടുക്കുന്ന. കുറേയൊക്കെ ദീന് പഠിച്ച് കുറേയൊക്കെ ദർസ് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നുകയാണ് നമ്മൾ പലതും പൂർവികരായ സലഫു സാലിഹികൾ മനസ്സിലാക്കിയതിനൊക്കെ അപ്പുറമാണ് നമ്മൾ മനസ്സിലാക്കിയതെന്നൊരു ധാരണ. അപ്പം ഒരു കൂട്ടായ്മയൊന്നും വേണ്ട, ദൈവത്തിന് ഒരു സംഘമൊന്നും ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിപ്പോവാണ്. അള്ളാഹ് പറഞ്ഞതാണ് ഖുർആനിൽ, വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഒരു സമൂഹം ഉണ്ടാകണം. ഈ ഭൂമിയിൽ ഉണ്ടായേ പറ്റൂ. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനൊരു സുതാര്യതയും എളുപ്പമൊക്കെ ഉണ്ടാവാനാണ് സ്ഥാനങ്ങളും. അതുപോലെ തന്നെ ഓരോ ആളുകൾ അതിന്റെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു ട്രഷറർ വേണം, അതിനെ മൊത്തത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു സെക്രട്ടറി വേണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെയും ഇതിന്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ദൗത്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഏൽപ്പിച്ച അല്ലാഹുമ്മ ഷ്ഹദ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിച്ച് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഭൂമിയിൽ ആ ഒരു വിഭാഗം ഉണ്ടായേ പറ്റൂ. സഹോദരങ്ങളെ, ഒറ്റപ്പെട്ടു പോയാൽ ചെന്നായ പിടിക്കും, ഒരു സംശയവും വേണ്ട. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതനിരാസത്തിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെന്നറിയാം നിങ്ങൾ? എവിടെന്നാ പോകുന്നത് ഹിദായത്ത് കിട്ടിയ, തൗഹീദ് മനസ്സിലാക്കിയ, ഖുർആൻ മനസ്സിലാക്കിയ, വർഷങ്ങളായിട്ട് അതിന്റെ പ്രബോധനങ്ങൾ കേട്ടവരിൽ നിന്ന് പോലും ഇതൊക്കെ പഠിച്ചിനാശാ പോണത്. പഠിച്ചതിന് ശേഷം 5 കൊല്ലം മതം പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിയ ഒരു പണ്ഡിതൻ പിന്നെ മതനിരാസത്തിലേക്കാണ് പോയത്. ഞാൻ എക്സ് മുസ്ലിമാണെന്ന് പറയാൻ അഭിമാനം കൊള്ളുകയാണ്. അല്ലാഹ് ഖുർആനിൽ വെറുതെയല്ല പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. എപ്പോ? ബഅദ ഇദ് ഹദൈതനാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. എന്റെ ഹൃദയത്തെ തെറ്റിച്ച് കളയില്ല പടച്ചവനെ. ഹിദായത്ത് കിട്ടാത്തതിന് അല്ല,
റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്ത് കിട്ടിയതിനു ശേഷം വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഈ ഹിദായത്തിൽ നിലനിന്ന് ജീവിച്ചു മരിക്കണമെങ്കിൽ വല്ലാത്ത റഹ്മത്ത് വേണം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റസൂൽ പറഞ്ഞു, ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ ചെയ്യണം എന്ന് റസൂൽ പറഞ്ഞു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങും. ആ ശിക്ഷ വന്നതിന് ശേഷം പിന്നീട് പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്നാ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? പല രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ നിഅമത്ത്, എന്ത് നമ്മൾ ചെയ്താലും ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ശുക്റാകൂല. നമ്മൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ടെങ്കിൽ, ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് അള്ളാഹു തന്ന നിഅമത്തിനുള്ള ഏറ്റവും വലിയ നന്ദി കാണിക്കുക. ഒരല്പസമയം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി രാവിലെ ഒരല്പസമയം, വൈകുന്നേരം ഒരല്പസമയം മാറ്റിവെച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ പറയാ, ഈ ദുനിയാവ് മുഴുവനും രണ്ട് കൈവളയിൽ കിട്ടിയതിനേക്കാൾ ഹൈറാണ്. കിട്ടിയതുപോലല്ല, അതിനേക്കാൾ ഹൈറാന്നാണ് പഠിപ്പിച്ചത്. എന്താ അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? അമ്പിയാക്കന്മാരൊക്കെയും ദഅവത്ത് നടത്താൻ അള്ളാഹ് ഏൽപ്പിച്ചവരാണ്, അല്ലേ? ആ ദഅവത്ത് നടക്കാൻ ഏൽപ്പിച്ചവര് അവരാരൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. പണക്കാരൻ എന്താ, ഒരു 10-15 ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ടായി, പിന്നെ അവന് ദേവത്ത് വേണ്ടേ? ദേവത്ത് ഒരു പണിയില്ലാതെ ഇങ്ങനെ കുറെ സാധുക്കൾ, അവർക്ക് മാത്രമാണോ? ദാവൂദ് നബി ആരാ? സുലൈമാൻ നബി ആരാണവർ? നാട് ഭരിച്ച രാജാക്കന്മാരാണ്, വലിയ സമ്പത്തിന്റെ ഉടമസ്ഥരാണ്, ഖജനാവിന്റെ ഉടമാവകാശികളാണ്. അവരെന്താ പറഞ്ഞത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലദീ അൻഅംത അലയ്യ വഅലാ വാലിദി, എനിക്കും എൻ്റെ ഉപ്പാക്കും നീ തന്ന നിഅമത്തിന് നന്ദി കാണിക്കാൻ പ്രചോദനം കൊണ്ട പടച്ചവനെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പം ദാവൂദ് നബിന്റെ കുടുംബം ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിന്റെ കുടുംബം, ആ കുടുംബത്തിന്റെ ഒന്നാമത്തെ യോഗ്യത ശുക്രാണ്. ഇബ്രാഹിം നബിയുടെ കുടുംബം ഷാക്കിറൻ ലിഅൻഉമിഹി, അല്ലാഹു കൊടുത്ത നിഅമത്തിന് നന്ദി കാണിച്ച പ്രവാചകൻ. നൂഹ് നബി ആദ്യത്തെ റസൂല്, ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അള്ളാഹ്ക്ക് അങ്ങേയറ്റം നന്ദി കാണിച്ച അടിമയായിരുന്നു. സഹോദരന്മാരെ, ആ മാർഗത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മളും അള്ളാഹ് തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി ജീവിച്ചു മരിക്കാൻ കഴിയണം. എങ്കിൽ ഇതിനോട് ആത്മാർത്ഥതയും സത്യസന്ധതയും അടങ്ങാത്ത ആഗ്രഹവുമുണ്ടെങ്കിൽ ഇസ്ലാമിക ദഅവത്തിൽ നമ്മളൊക്കെ പങ്കാളികളാകണം. ഇസ്ലാമിക ദഅവത്തിൽ റസൂലുള്ളാഹിന്റെ യഥാർത്ഥമായ സുന്നത്ത്, പരിശുദ്ധ ഖുർആനും സുന്നത്തും സലഫുസ്സാലികളും മാർഗവും, അതിൽ നീക്കുപോക്കുകളില്ലാതെ ദഅവത്ത് നടത്തുന്നവരാരാണെന്ന് തിരിച്ചറിയുക, പഠിക്കുക. എന്നിട്ട് അതിൽ ഒരു മെമ്പറായി മാറാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹു തന്ന നിഅമത്തിന് നന്ദി കാണിക്കുന്നവരായി ജീവിച്ചു മരിക്കാൻ പറ്റും. ഈ ദുനിയാവിൽ സ്ഥാനത്തിനോ പദവിക്കോ വേണ്ടിയല്ല, നമ്മുടെ ഖബറിന്, നമ്മുടെ ആഖിറത്തിന് വേണ്ടി എന്ന ചിന്തയുണ്ടാകണം. നമ്മൾ മാറിപ്പോയാൽ, ആരെങ്കിലൊക്കെ അത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു പോയാൽ, സഹോദരങ്ങളെ, മാറി നിന്നാൽ റബ്ബ് നമ്മളെ വിടൂല. ചോദ്യമുണ്ടാകും, ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും അത് റിസാലത്തുമായി ബന്ധപ്പെട്ടതാണ്, പ്രവാചകൻ നൽകിയ സന്ദേശവുമായി ബന്ധപ്പെട്ടതാണ്, ദീനുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹിനെ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി കൊടുക്കണം. റസൂലിനെ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി കൊടുക്കണം. ദീന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കി കൊടുക്കണം. ഖുർആൻ മനസ്സിലാക്കിയോ എങ്കിലത് മനസ്സിലാക്കി കൊടുക്കണം, എങ്കിലേ പൂർത്തിയാകുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രായമായ ഒരു ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5-6 ദിവസങ്ങളായി ഭക്ഷണമൊന്നുമില്ലാതെ അത്രയും പ്രയാസകരമായ അവസ്ഥയിൽ വീട്ടിൽ രോഗിയായി കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതമാണ് ഹൈറെങ്കിൽ അള്ളാഹു ആരോഗ്യത്തോടുകൂടി ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിലും നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ اللهم اعتق رقابنا من النار اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.